പ്രചരണത്തിന്റെ ദിവസങ്ങൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ആത്മവിശ്വാസം എത്രത്തോളം? അത് കൂടി വരികയാണ്. രമേശ് പിഷാരടി ഇത്രയും സീരിയസ് ആണോ ആള് എന്ന് തോന്നിപ്പോകുന്നു? ഈ 10-15 ദിവസം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്? 15 ദിവസം കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. മാറ്റി പറയാൻ പറ്റൂ, എനിക്കിങ്ങനെ അറിയുള്ളൂ. ഞാൻ സീരിയസ് ആയെന്ന് അങ്ങനെ എന്റെ സ്വഭാവത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ട് ഒന്നുമില്ല. അതേപോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും മാറി മാറി വരുന്ന വിഷയങ്ങളാണ്. അവിടെയും പ്രതികരണം അത്രയും സൂക്ഷ്മതയോടുകൂടി നടത്തുന്നത് എങ്ങനെയാണ്? അത് അത്ര സൂക്ഷ്മതയുടെ വിഷയമല്ല ഇത്. ഇന്നലെ ഇപ്പോ ഈ BJP പ്രവർത്തകർ നിങ്ങളെ തടഞ്ഞ ഒരു വിഷയം വരുമ്പോ പ്രതിപക്ഷ നേതാവ് കരുതിയിരിക്കൂ BJP എന്നാണ് പറയുന്നത്. വലിയ പ്രതിഷേധത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരുന്നത്. അവിടെയാണ് താങ്കൾ പറഞ്ഞത് ആ രീതിയിലുള്ള പ്രതിഷേധം വേണ്ട, അത് മറ്റുള്ളവർക്ക് ഒരു അവസരം സൃഷ്ടിക്കലാകും എന്ന് പറഞ്ഞു. അതൊരു ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമായിരുന്നല്ലോ. അപ്പോൾ അത് ഇത്രയും സീസണിന്റെ അതിന് ബുദ്ധിപരമായ നീക്കം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനൊരു ഭയങ്കര ബുദ്ധി പ്രയോഗിച്ചു എന്നുള്ളതൊന്നും അതിനകത്തില്ല. എവനാള് കൊള്ളാവല്ലടാ, അതിപ്പോ പുറത്ത് കാണിക്കണ്ട. പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ളൊരു നേതാവ് ഇതില് അല്ലെങ്കിൽ അവര് ആ നേതൃതലത്തിൽ ഇതിലൊരു പ്രതിഷേധം ആഹ്വാനം ചെയ്യുമ്പോൾ പിഷാരടി അത് പ്രതിപക്ഷ നേതാവ് നേതൃത്വത്തിൽ അങ്ങനെ പ്രതിഷേധം ആഹ്വാനം ചെയ്യുകയൊന്നും അല്ല ചെയ്തത്. എല്ലാം കയ്യിൽ നിന്ന് പോയി. ഒരു ആസൂത്രിതമായിരുന്ന നീക്കമാണ്. ഞാനതാ പറഞ്ഞത്, അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലോട്ട് പോവാം. മനോഹരം, ഗംഭീരം. അനന്തേട്ടാ, അളിയന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. BJP കാൻഡിഡേറ്റ് ഇന്ന് ഞങ്ങൾ കാണുമ്പോൾ പോലും അതിൽ തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കുന്നില്ല. യാതൊരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ അഭിപ്രായം പറയേണ്ട വിഷയമല്ല. അതെങ്ങനെയാണ് ഒരു ലൈംഗിക പീഡനം വ്യക്തിപരമായ വിഷയമാണ് എന്ന് പറഞ്ഞ് ചുരുക്കുന്നതെന്നുള്ളതാണ്. അപ്പൊ ആ സീരിയസ്നെസ് ഉൾക്കൊള്ളാൻ കാരണം അതിന്റെ ശിക്ഷ വരുമ്പോ അത് ചെയ്ത ആൾക്ക് മാത്രമല്ലേ കിട്ടുന്നുള്ളൂ, അല്ലേ? മേലെ ഇമാതിരി കോളോട്ട് എന്നെ ആ മണ്ടലോട്ട് പറഞ്ഞു വിട്ടേക്കല്, പറഞ്ഞേക്കാം. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായാലും പ്രക്ഷോഭിന്റെ വിഷയമായാലും പാർട്ടി കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ശക്തമായ നിലപാടെടുത്ത് പാർട്ടിക്ക് പുറത്തു നിർത്തിയ വ്യക്തികളാണ്. അതിൽ കുറച്ചുകൂടി ബോൾഡ് ആയിട്ടൊരു നിലപാട് പറയുന്നതിന് രമേശ് പിഷാരടിക്ക് തടസ്സമാകുന്ന ഘടകം എന്താണ് ബോൾഡായിട്ടുള്ള നിലപാട്? നിങ്ങളായിരുന്നു എന്റെ സ്ഥാനത്തെങ്കിൽ പറയുന്ന ബോൾഡായിട്ടുള്ള നിലപാട് എന്താണ്? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായാലും മറ്റു വിഷയങ്ങളായാലും പൂർണ്ണമായും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. എങ്ങനെ ഒരു നിലപാട്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അല്ല, ഇവിടെ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ളൊരു നിലപാട് ഞാൻ രഞ്ജിത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പറയും. എങ്ങനെ നിങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയണമെന്ന് പറഞ്ഞു? ഞാൻ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു. പോരെ, പോവാണോ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു, പോവാ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.